ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് അനദർ വൺ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് നോക്കണം, എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് നോക്കണം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി വൺ അക്കൗണ്ട് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ഈച്ച് പാർട്ട്ണർ ഈസ് മെയിൻറ്റെയിൻഡ്. അതായത് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൺലി വൺ അക്കൗണ്ട് ആർ മെയിൻറ്റെയിൻഡ് ബൈ ഈച്ച് പാർട്ട്ണർ. അതായത് ഓരോ പാർട്ട്ണർക്കും വേണ്ടി നമ്മൾ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഓരോ അക്കൗണ്ട് മാത്രമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അപ്പോൾ ഈ ഫ്ലക്ച്വേറ്റിങ്ങിൽ ഒരു അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് ആവില്ല പ്രിപ്പയർ ചെയ്യണേ എന്നുള്ളത് അല്ലേ. കാരണം ഒന്നോ അതിൽ കൂടുതലോ അക്കൗണ്ട് എന്തിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദ ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ പാർട്ട്നേഴ്സ് റിമെയിൻസ് ഫിക്സഡ്. അതായത് പാർട്ട്ണർമാർ ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറയുന്ന എമൗണ്ട് റിമെയിൻ, അതായത് എല്ലാ സമയവും ഒരേപോലെ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു അക്കൗണ്ട് കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണിക്കേണ്ടി വരും ഫ്ലക്ച്വേറ്റിങ്ങിലും ഫിക്സഡിലും. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ആകെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ ഐറ്റംസും അതിലാണ് നമ്മൾ കാണിക്കുന്നത്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും ആൻഡ് അനദർ വൺ കറണ്ട് അക്കൗണ്ട്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് അനദർ വൺ കറണ്ട് അക്കൗണ്ട്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ മാത്രമാണ് നമ്മൾ കാണിക്കുക. അതിൽ എപ്പോഴും അതിൽ ഉള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും, അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നാൽ ബാക്കി നമുക്ക് കാണിക്കാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എന്തിൽ കാണിക്കും, കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. അതായത് പ്രോഫോമ ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അതായത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മളൊരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഐറ്റം ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ഓർ ബാങ്ക്. അതായത് നമ്മളെ കയ്യിലുണ്ടാവും ഈ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്. അതായത് നമ്മൾ പാർട്ട്ണർമാർ ഫസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് നേരെ തന്നിട്ടുണ്ടാവും. അതായത് അയാൾ ബിസിനസ്സിലേക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് അല്ലെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ബാങ്കിലുള്ളത്, അതാണ് നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ അസെറ്റ്സ്. എന്തൊക്കെ അസെറ്റ്സ് ആണ് അയാൾക്കുള്ളത് അല്ലെങ്കിൽ അയാൾ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അയാളുടെ ഇതായിട്ട് ബിസിനസ്സിലുള്ളത് എന്നുള്ളതാണ്. അസെറ്റ്സ് ലൈക്ക് മെഷീനറി, ഫർണിച്ചർ, ബ്രോട്ടിൻ, അങ്ങനെ എന്തെങ്കിലും അയാൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെ അങ്ങനെ മെഷീനറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ തേർഡ് വൺ ക്യാഷ് ഓർ ബാങ്ക്. അതായത് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ഈ പാർട്ട്ണർ അഡീഷണൽ ആയിട്ട് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കണം. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിൻ്റെ മുകളിൽ അയാൾക്ക് പലിശ കിട്ടുന്നുണ്ടെങ്കിൽ അത് കാണിക്കണം. പിന്നെ സാലറി, ആ പാർട്ട്ണർക്ക് സാലറി ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കണം. കമ്മീഷൻ, ആ പാർട്ട്ണർക്ക് കമ്മീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ്, അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, അയാൾക്കുള്ള ലാഭത്തിൻ്റെ ഷെയർ അല്ലെങ്കിൽ അയാൾക്കുള്ള വിഹിതം, ലാഭത്തിലുള്ള വിഹിതം, അതാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ അക്കൗണ്ടിലും ക്രെഡിറ്റിൽ നമ്മൾ ഇൻകംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുക, എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അയാളുടെ കയ്യിലുള്ള ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിലുള്ള ക്യാഷ്, പിന്നെ അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന മെഷീനറി, ഫർണിച്ചർ, അങ്ങനെ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ അയാൾ ബിസിനസ്സിലേക്ക് അഡീഷണലായിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ നമ്മൾ ഫേം അയാൾക്ക് പലിശ നൽകുന്നുണ്ടെങ്കിൽ അത്. ആൻഡ് അനദർ വൺ സാലറി, അയാൾക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അത്. ആൻഡ് നെക്സ്റ്റ് വൺ കമ്മീഷൻ, അയാൾക്ക് കമ്മീഷൻ നമ്മളെ സ്ഥാപനം നൽകുന്നുണ്ടെങ്കിൽ അത്. ആൻഡ് ലാസ്റ്റ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ്,
അതായത് ലാഭത്തിലുള്ള അയാളുടെ ഷെയർ അല്ലെങ്കിൽ അയാൾക്കുള്ള വിഹിതം. ഇനി ഡെബിറ്റ് സൈഡിൽ നോക്കാം. ഡ്രോയിങ്സ്, അതായത് ക്യാഷ് ആയിട്ടോ വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിട്ടോ സാധനങ്ങളായിട്ടോ അയാൾ ബിസിനസ്സിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അയാൾ പിൻവലിച്ച തുകക്ക് മോൾ അയാൾ എന്ത് ചെയ്യുക, ബിസിനസ്സിലേക്ക് പലിശ നൽകുന്നുണ്ടെങ്കിൽ അത്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലാസ്റ്റ് വൺ ആണ്. അതായത് ഷെയർ ഓഫ് ലോസ്, അതായത് ലോസ് ഉണ്ടെങ്കിൽ അയാൾക്ക്, നമുക്കറിയാം ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ലാഭവും നഷ്ടവും ഒരേപോലെ ഷെയർ ചെയ്തിരിക്കണം. ലാഭം മാത്രം ഷെയർ ചെയ്യല്ല ചെയ്യേണ്ടത്, ലാഭമുണ്ടെങ്കിൽ അതും നഷ്ടമുണ്ടെങ്കിൽ അതും ഒരേപോലെ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ എമൗണ്ട്സും നമുക്ക് തന്നത്, ക്വസ്റ്റ്യനിൽ തന്നത് ഓരോ ഐറ്റംസ് ഇങ്ങനെ എടുത്തെഴുതും. എന്നിട്ട് ഈ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത് ഡെബിറ്റ് സൈഡിലും കാണിക്കും. അക്കൗണ്ട് ക്ലോസ് ചെയ്യും, അതായത് രണ്ട് സൈഡും കൂട്ടും. രണ്ട് സൈഡും കൂട്ടിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഉള്ള എമൗണ്ട് ഈ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കണം. എന്നാൽ ബാലൻസ് ഈ സൈഡിലേക്കാണ് വരിക വെച്ചാൽ ഇവിടെയാണ് ബാലൻസ് ക്യാരി ഡൗൺ കാണിക്കേണ്ടത്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ പൊതുവെ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് അക്കൗണ്ട് ആയാലും അതിലേക്ക് ഇൻകംസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇതിൻ്റെ ജേണൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഇത് ഇപ്പോൾ 2 എന്ന് പറയുന്ന സൈഡാണ് ഡെബിറ്റ് സൈഡ്, 2 എന്ന് പറയുന്ന സൈഡാണ്, നമുക്കറിയാലോ അല്ലേ. ഇത് ബൈ എന്ന് പറയുന്ന സൈഡാണ്. അപ്പോൾ നമുക്ക് ജേണൽ ഒന്ന് പറഞ്ഞു നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2 ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. എന്നാൽ ബൈ എന്നുള്ള ഐറ്റാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഇങ്ങനെ ഒന്ന് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സാലറി അക്കൗണ്ട് ഡെപ്റ്റർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഡെബിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ, അല്ലെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ, അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇത് ഓരോന്നും ബൈ എന്നുള്ള ഐറ്റാണ്. നമ്മൾ ആദ്യം പറയേണ്ട ഐറ്റം ഏതാണ്, ബൈ എന്നുള്ള ഐറ്റാണ്. പിന്നെ നമ്മൾ പറയേണ്ട ഐറ്റം ഏതാണ്, 2 എന്നുള്ള ഐറ്റാണ്. അപ്പം നമ്മൾ ജേണലും ഈ ഒരു അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ജേണൽ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ജേണൽ നമ്മളോട് ചോദിച്ചാൽ അത് അയാൾക്ക് ഇൻകാണോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് അത് എക്സ്പെൻഡിച്ചർ ആണോ എന്ന് നോക്കിയിട്ട് ഏത് സൈഡിൽ വരും. ഇൻകം ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അത് നോക്കിയിട്ട് ഈ ഫോർമാറ്റ് നമ്മളെ മനസ്സിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് പറയാൻ കഴിയണം, ജേണൽ പറയാൻ കഴിയണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. രമേഷ് ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം Excel Agencies. On 1st January 2016, Ramesh had a balance of rupees 1,80,000 in his capital account. During 2016, he withdrew 24,000 for personal purpose. His profit share for the year rupees 36,000. Prepare his capital account under fluctuating capital method and ascertain the capital balance as on 31st December 2016. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കണം. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കണം. ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഇവിടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, രമേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിന് പേര് കൊടുക്കുകയാണ് രമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് കൊടുത്തു, ക്രെഡിറ്റ് കൊടുത്തു, പാർട്ടിക്കുലേഴ്സ് റുപ്പീസ്, പാർട്ടിക്കുലേഴ്സ് റുപ്പീസ് അല്ലേ. നമ്മൾ പാർട്ടിക്കുലേഴ്സും എമൗണ്ടൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രമേഷ് ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം ഇൻ എക്സൽ ഏജൻസീസ്. രമേഷ് ഒരു പാർട്ട്ണറാണ് എക്സൽ ഏജൻസീസിൽ. ഓൺ 1st January 2016, രമേഷ് ഹാഡ് എ ബാലൻസ് ഓഫ് റുപ്പീസ് 1,80,000. അതായത് അയാളുടെ ബാലൻസ് അല്ലെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ട്, 1,80,000 ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമുക്കറിയാം ബിസിനസ്സിലേക്ക് അയാൾ ക്യാഷ് കൊണ്ടുവന്നതായിട്ടാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വരിക. അപ്പോൾ നമുക്ക് 2 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാൻ കഴിയില്ല. നമ്മൾ എന്ത് എഴുതും, ബൈ ക്യാഷ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ബാലൻസ് ബ്രോ ഡൗൺ, ബൈ ബാലൻസ് ബ്രോ ഡൗൺ 1,80,000. അയാളുടെ ബാലൻസ് ആണ്,
അയാളുടെ ബിസിനസ്സിൽ അയാളുടെ ബാലൻസ് ആണ് നമ്മൾ കാണിച്ചത്. ബാലൻസ് ബ്രോ ഡൗൺ 1,80,000. പിന്നെ സെക്കൻഡ് ആയിട്ട് പറയുന്നത് ഡ്യൂറിങ് 2016 ഹി വിഡ്രോ ₹24,000 ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. അയാൾ എന്ത് ചെയ്തു, ആ ഇയറിൽ 2016 അയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ട് 24,000 ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി അയാൾ 24,000 പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോർമാറ്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡ്രോയിങ്സ് എവിടെയാണ് കാണിക്കേണ്ടത്, അയാൾക്ക് അത് എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ പർപ്പസിന് പിൻവലിക്കുന്ന എമൗണ്ടിനെ നമ്മൾ എന്താ പറയുക, ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. അയാൾ ബിസിനസ്സിൽ നിന്നും 24,000 റുപ്പീസ് പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ് പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ദ ഇയർ ₹36,000, അതായത് 36,000 രൂപയാണ് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അയാളുടെ പ്രോഫിറ്റിലുള്ള ഷെയർ. അപ്പോൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് അയാൾക്ക് എന്താണത്, ഇൻകമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതി 36,000 രൂപ. ആ നേരം ലോസ് ആണെങ്കിൽ നമ്മൾ അത് എവിടെ കാണിക്കണം, ഡെബിറ്റിലാണ് കാണിക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യനിൽ പറയണത് പ്രിപ്പയർ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്നിട്ട് അസർട്ടൈൻ ദ ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ 31st December 2016. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ, അസർട്ടൈൻ ചെയ്യാൻ, അതായത് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ, അതായത് അയാൾക്ക് ആ ഇയർ ക്ലോസ് ചെയ്യുമ്പോൾ എത്രത്തോളം ക്യാപിറ്റൽ ബാലൻസ് ഉണ്ട് എന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് സൈഡും കൂട്ടുക. 1,80,000ഉം 36,000ഉം കൂടി കൂട്ടുക. ഇവിടെ ആകെ ഉള്ളത് 24,000 ആണ്. അപ്പോൾ നമുക്ക് ഏത് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡാണ് അല്ലെങ്കിൽ ഇൻകം സൈഡാണ് കൂടുതൽ. കൂട്ടിയാൽ 2,16,000 കിട്ടും. 2,16,000 കിട്ടും. അതിൽ നിന്നും നമ്മൾ ഈ 24,000 ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ അതായത് 1,92,000. 1,92,000. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കിട്ടിയത് ഒന്നും കൂടി നോക്കി നോക്കാം. രമേഷ് ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം എക്സൽ ഏജൻസീസ്. രമേഷ് എക്സൽ ഏജൻസീസിലുള്ള ഒരു പാർട്ട്ണറാണ്. ഓൺ 1st January 2016 രമേഷ് ഹാഡ് എ ബാലൻസ് ഓഫ് ₹1,80,000 ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് 1st January 2016 അയാളുടെ അടുത്ത് എത്ര ബാലൻസ് ഉണ്ട്, 1,80,000 ഉണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് 2016 ഹി വിഡ്രോ 24,000 ഫോർ പേഴ്സണൽ പർപ്പസ്. ആ 2006 നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ എന്ത് ചെയ്യുന്നത്, 24,000 അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി പിൻവലിക്കുന്നത്. ഹിസ് പ്രോഫിറ്റ് ഷെയർ ഫോർ ദ ഇയർ ₹36,000. അതായത് അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭത്തിലുള്ള അയാൾക്കുള്ള ഓഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36,000 രൂപയാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് അസർട്ടൈൻ ദ ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ 31st December 2016. അതായത് 2016 എൻഡ് ചെയ്യുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയെന്നുള്ളത് കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അയാൾ ബിസിനസ്സിലേക്ക് അയാളുടെ കയ്യിലുള്ള ക്യാഷാണ് ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 1,80,000 കാണിച്ചു. പിന്നെ അയാൾക്ക് ഡ്രോയിങ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അയാൾ 24 റുപ്പീസ് പിൻവലിച്ചിട്ടുണ്ട് പേഴ്സണൽ പർപ്പസിന്. അത് നമ്മൾ ഡ്രോയിങ്സ് ആയിട്ട് ഡെബിറ്റിൽ കൊടുത്തു. അത് എക്സ്പെൻഡിച്ചറാണ് അയാൾക്ക്, അതുകൊണ്ട് നമ്മളത് ഡെബിറ്റ് സൈഡിൽ കൊടുത്തു. പിന്നെ പറഞ്ഞു ഹിസ് പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 36,000. അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് 36,000 രൂപയാണ്. അയാൾക്കത് ഇൻകമാണ്, പ്രോഫിറ്റാണ്. ഇൻകം ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ കാണിച്ചു. ക്രെഡിറ്റിൽ, ലോസ് ആണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കും, ഡെബിറ്റിലാണ് കാണിക്കുക. ഇത്രയും ഐറ്റംസേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അസറ്റ്സും അല്ലെങ്കിൽ വേറെയുള്ള സാലറിയോ കമ്മീഷനോ ഒന്നും തന്നിട്ടില്ല. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ആകെ രണ്ട് ഐറ്റമേ തന്നിട്ടുള്ളൂ, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഡ്രോയിങ്സും മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡും കൂട്ടി. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 1,80,000ഉം 36,000 ആണ് കൂടുതൽ. കൂട്ടി നോക്കുമ്പോൾ 2,16,000 കിട്ടി. രണ്ട് സൈഡിലും ആ എമൗണ്ട് കാണിച്ചു. ബാക്കി വരുന്ന ബാലൻസ് അതായത് 2,16,000 നിന്നും 24,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു. അതായത് December 31st 2016 അയാൾക്കുള്ള ക്ലോസിംഗ് ബാലൻസ് ആണ് 1,92,000 വരുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു. നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മളത് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം, 1,92,000. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേ മോഡലിൽ ഒരു ചേഞ്ചും ഇല്ലാതെ ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. മഹേഷ് ഈസ് എ പാർട്ട്ണർ ഇൻ ദ ഫേം എക്സൽ ഏജൻസീസ്. ഓൺ 1st January 2016 he withdraw ₹20,000.
20,000 അയാൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി പിൻവലിച്ചിട്ടുണ്ട്. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് ₹30,000. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സൽ ഏജൻസീസിൽ അയാൾ ഒരു പാർട്ട്ണറാണ്. അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയെന്നുള്ളത് നമ്മളോട് തന്നിട്ടില്ല. നമ്മൾ ആ ക്യാപിറ്റൽ ബാലൻസും കൂടി ഒന്ന് ആഡ് ചെയ്യാണ്. ദ ക്യാപിറ്റൽ ബാലൻസ് ഓഫ് മഹേഷ് ₹2 lakh. അപ്പോൾ ഇത് ആദ്യം തരേണ്ടതാണ്, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് നോക്കുക. അപ്പോൾ മഹേഷ് ബിസിനസ്സിലുള്ള പാർട്ട്ണറാണ്. അയാൾ എന്ത് ചെയ്തു, പിന്നെ അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് ഓപ്പണിംഗ് ഡേറ്റിലുള്ളതാണ് 2 lakh. അയാൾ ബിസിനസ്സിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട് 20,000 പേഴ്സണൽ പർപ്പസിന്. അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്, 30,000 ആണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം എങ്ങനെയൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അക്കൗണ്ട് വരയ്ക്കുക. മഹേഷിൻ്റെ അക്കൗണ്ട്, മഹേഷ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്രെഡിറ്റ് കൊടുക്കുക, ഡെബിറ്റ് കൊടുക്കുക, പാർട്ടിക്കുലേഴ്സ് റുപ്പീസ്. അപ്പോൾ ഇതിൽ മഹേഷിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് എവിടെ വരും? മഹേഷിൻ്റെ ക്യാപിറ്റൽ ബാലൻസ്, അയാളുടെ കയ്യിലുള്ള ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 lakh ഇവിടെ കാണിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിൽ കാണിക്കും. പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റിൽ കാണിക്കുന്നത്. പിന്നെ അയാളുടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപ, 20,000 നമ്മൾ ഡെബിറ്റിൽ കാണിക്കും. അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് എത്ര വരുന്നതെന്നുള്ളത് നോക്കുക. ഏത് സൈഡാണ് കൂടുതൽ, ഈ സൈഡാവും കൂടുതൽ ഉണ്ടാവുക. 2 സൈഡും ആ എമൗണ്ട് എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക. എത്ര രൂപയുടെ ഷോർട്ടേജ് ഉണ്ട് വെച്ചാൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഡൗൺ ചെയ്യണം. അക്കൗണ്ട് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം. ഓക്കെ, ക്യാരി ഫോർവേഡ് ചെയ്ത ആ ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യണം നെക്സ്റ്റ് ഇയറിലേക്ക്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.